ഞാൻ നിന്നോട് പറയുന്നു, ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിശ്ചലമാകാം. നീ ശരിക്കും കേൾക്കുകയാണെങ്കിൽ മനസ്സ് നിശ്ചലമാകുമ്പോൾ മാത്രമാണ് ഉറക്കം ആരംഭിക്കുന്നത്. ഉറക്കം ഒരു പ്രവൃത്തിയല്ല. നീ ചെയ്യുന്നതുകൊണ്ടല്ല ഉറക്കം വരുന്നത്. നീ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. നീ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുന്നു, ഓടുന്നു, എന്തൊക്കെയോ ആകാൻ ശ്രമിക്കുന്നു, തെളിയിക്കാൻ ശ്രമിക്കുന്നു. രാത്രി വരുന്നു, ശരീരം തളരുന്നു. എന്നാൽ മനസ്സിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നാളത്തെ പ്ലാനുകൾ മെനയുന്നു. കഴിഞ്ഞുപോയ അപമാനങ്ങളെ അത് ആവർത്തിക്കുന്നു. അത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ വിറയ്ക്കുന്നു. എന്നിട്ട് നീ പറയുന്നു, എനിക്കുറക്കം വരുന്നില്ല. ഉറക്കം വരുന്നില്ല, കാരണം നീ നിശ്ചലമാകുന്നില്ല. മനസ്സ് തുറന്നു തന്നെ കിടക്കുന്നു, രാത്രി മുഴുവൻ കത്തിക്കിടക്കുന്ന ഒരു കട പോലെ. ഞാൻ നിന്നോട് പറയുന്നു, ഉറക്കം കൊണ്ടുവരേണ്ടതല്ല, മനസ്സിനെ മാറ്റേണ്ടതാണ്. എന്നാൽ നീ എങ്ങനെയാണ് മനസ്സിനെ മാറ്റുക? മനസ്സിനോട് പോരാടിയാൽ നീ വീണ്ടും മനസ്സിൽ തന്നെ കുടുങ്ങിപ്പോകും. ഒരു ചെറിയ കാര്യം മനസ്സിലാക്കൂ. മനസ്സൊരു വസ്തുവല്ല, അതൊരു പ്രക്രിയയാണ്. ചിന്തകളുടെ അരുവി, ഒരു നദി ഒഴുകുന്നതുപോലെ. നീ ആ നദിയോട് നിൽക്കൂ എന്ന് പറഞ്ഞാൽ അത് നിൽക്കുമോ? ഇല്ല. എന്നാൽ നീ ആ നദിയെ നോക്കാൻ തുടങ്ങിയാൽ, വെറുതെ നോക്കാൻ തുടങ്ങിയാൽ, കാണുന്നവൻ നദിയല്ല എന്ന് നിനക്ക് മനസ്സിലാകും. അവിടെ നിന്നാണ് രഹസ്യം ആരംഭിക്കുന്നത്. രാത്രിയിൽ നീ കിടക്കയിൽ പോകുമ്പോൾ ഉറക്കം ചോദിക്കരുത്. വെറുതെ നോക്കുക, കണ്ണുകൾ അടയ്ക്കുക, ശരീരം അയച്ചിടുക. ഏതെല്ലാം ചിന്തകൾ വരുന്നുവോ അവയെ വരാൻ അനുവദിക്കുക. അവയെ തടയരുത്, അവയെ പിടിച്ചു നിർത്തരുത്, അവയോട് പോരാടരുത്. ആകാശത്ത് മേഘങ്ങൾ കടന്നുപോകുന്നത് പോലെ മാത്രം നോക്കുക. ക്രമേണ ഒരകലമുണ്ടാകും. നീയും ചിന്തകളും വേർപെടും. നീ വേർപെടുന്ന ആ നിമിഷം മനസ്സ് നിശ്ചലമാകും. ഇത് മനസ്സിലാക്കുക. മനസ്സ് നിശ്ചലമാകുക എന്നാൽ ചിന്തകൾ നിലച്ചു എന്നല്ല അർത്ഥം. മനസ്സ് നിശ്ചലമാകുക എന്നാൽ നീ ചിന്തകളിൽ നിന്ന് വേർപെട്ടു എന്നാണ്. ചിന്തകൾ കൊഴുകാം, പക്ഷെ നീ അവയിൽ ലയിക്കുന്നില്ല. തെരുവിൽ ട്രാഫിക് നീങ്ങുന്നത് പോലെ, പക്ഷേ നീ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ട്രാഫിക് നിന്നെ അസ്വസ്ഥമാക്കുന്നില്ല. രാത്രിയിലെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം നീ തെരുവിൽ ട്രക്കുകൾക്കിടയിൽ നിൽക്കുന്നതാണ്. ഞാൻ നിന്നെ ബാൽക്കണിയിലേക്ക് വിളിക്കുകയാണ്. ഇത് കേൾക്കുക. നീ ഒന്നും ചെയ്യേണ്ടതില്ല. ശരീരത്തെ അനുഭവിക്കുക. പാദങ്ങളിൽ നിന്ന് തുടങ്ങുക. പാദങ്ങൾ അയയുന്നതനുഭവിക്കുക. മുട്ടുകൾ അയയുന്നു, തുടകൾ അയയുന്നു, വയറയയുന്നു, നെഞ്ചു ലഘുവായി തീരുന്നു, തോളുകൾ താഴുന്നു, മുഖം മൃദുവാകുന്നു. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു. നീ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ നോക്കുകയാണ്. ക്രമേണ ശ്വാസം ആഴത്തിലാകും. ക്രമേണ ചിന്തകളുടെ വേഗത കുറയും. പക്ഷെ ശ്രദ്ധിക്കുക, ചിന്തകളെ കുറയ്ക്കാൻ നീ ശ്രമിക്കരുത്. അല്ലാത്തപക്ഷം നീ വീണ്ടും മനസ്സായി മാറും. ഇത് ഞാൻ നിന്നോട് പറയുന്നു. മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. മനസ്സിനെ തോൽപ്പിക്കാനല്ല, മനസ്സിനെ കാണാനുള്ളതാണ്. ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ അസ്വസ്ഥനാണ്. രാത്രി മുഴുവൻ ഉറക്കം വരുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ ഒരുപാട് പരിശ്രമിക്കാറുണ്ട്. അതാണ് തെറ്റ്. സ്വാഭാവികമായ ഒന്ന് പരിശ്രമം കൊണ്ടുവരുന്നതല്ല. നീ ഹൃദയമിടിപ്പ് കൂട്ടാൻ പരിശ്രമിക്കാറുണ്ടോ? ശ്വാസമെടുക്കാൻ നീ പരിശ്രമിക്കാറുണ്ടോ? ഉറക്കവും അതുപോലെയാണ്. അതൊരു കൃപയാണ്. എന്നാൽ ജീവിതത്തെ നീ അത്രയും സമ്മർദ്ദത്തിലാക്കി രാത്രിയിലും മനസ്സ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നു, ദിവസം മുഴുവൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഉണർന്നിരിക്കുക. ബോധത്തോടെ ഇരിക്കുക. ജോലി ചെയ്യുമ്പോൾ പൂർണ്ണ ബോധത്തോടെ ചെയ്യുക. നടക്കുമ്പോൾ നടക്കുന്നുണ്ടെന്ന് അനുഭവിക്കുക.
ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ആസ്വദിക്കുക. പകൽ സമയത്ത് നീ ബോധത്തോടെ ജീവിക്കുകയാണെങ്കിൽ രാത്രിയിൽ അനായാസമായി വിശ്രമം ലഭിക്കും. ഉറക്കം ധ്യാനത്തിൻ്റെ മറ്റൊരു വശമാണ്. ധ്യാനമെന്നത് ഉണർന്നിരിക്കുന്ന വിശ്രമമാണ്. ഉറക്കമെന്നത് ബോധമില്ലാത്ത വിശ്രമമാണ്. എന്നാൽ ഉറങ്ങുമ്പോൾ കൂടി അല്പം ബോധം കൂടെ കൊണ്ടുപോയാൽ ഉറക്കം കൂടുതൽ ആഴത്തിലാവും. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ നീ വളരെ ശാന്തനായിരിക്കുമ്പോൾ പെട്ടെന്നുറക്കം വരുന്നു, ഒരു പൂവ് കൊഴിഞ്ഞു വീഴുന്നതുപോലെ. ചിലപ്പോൾ നീ അസ്വസ്ഥത കാരണം കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, കാരണം ഉള്ളിൽ ബഹളമാണ്. ഞാൻ നിന്നോട് പറയുന്നു, ബഹളം ശമിപ്പിക്കേണ്ടതില്ല, അത് കേൾക്കുക. തൻ്റെ ഉള്ളിലെ ബഹളം കേൾക്കുന്ന വ്യക്തി അതിൽ നിന്ന് വേർപെടുന്നു. വേർപെടുന്ന നിമിഷം ബഹളം അതിൻ്റെ ശക്തി നഷ്ടപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു ചെറിയ പരീക്ഷണം ചെയ്യുക. ഇന്ന് രാത്രി കിടക്കുമ്പോൾ എനിക്കുറങ്ങണം എന്ന് ചിന്തിക്കരുത്. ഉള്ളിലിങ്ങനെ പറയുക, ഉറക്കം വരുന്നതുവരെ ഞാൻ ബോധത്തോടെയിരിക്കും. ഈ വാചകം എല്ലാം മാറ്റിമറിക്കും. ഇപ്പോൾ നീ ഉറക്കത്തിനു പിന്നാലെ ഓടുന്നില്ല, നീ സാക്ഷിയായി മാറുന്നു. സാക്ഷിഭാവം ആഴത്തിലാകുമ്പോൾ ഒരമ്മ കുഞ്ഞിനെ താലോലിച്ചുറക്കുന്നതുപോലെ ഉറക്കം വരും. ഉറക്കം ശത്രുവല്ല, അതൊരു സുഹൃത്താണ്. എന്നാൽ നീ അതിനെ യുദ്ധമാക്കി മാറ്റി. നിന്റെ ജീവിതം മുഴുവൻ നിയന്ത്രണത്തിലാണ് ജീവിച്ചത്. എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ നീ ആഗ്രഹിക്കുന്നു. ഉറക്കം നിയന്ത്രണത്തിനതീതമാണ്. അത് സമർപ്പണം ആഗ്രഹിക്കുന്നു. ആർക്കാണോ സമർപ്പിക്കാൻ കഴിയുന്നത് അവർക്ക് ആഴത്തിലുറങ്ങാൻ കഴിയും. അതിനാൽ ഞാൻ പറയുന്നു, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്പനേരം ഇരിക്കുക. ദിവസം മുഴുവൻ നടന്നത് അങ്ങനെയങ്ങ് പോകട്ടെ. ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ഉള്ളിൽ ചോദിക്കുക. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുക. മനസ്സ് ലഘുവാക്കുക, എന്നിട്ട് കിടക്കയിലേക്ക് പോകുക. അതുപോലെ ഇത് കേൾക്കുക. നീ ശരീരമല്ല, നീ ചിന്തയുമല്ല, നീ കാണുന്നവനാണ്. ചിന്തകൾ വരുന്നു, പോകുന്നു. ശ്വാസം വരുന്നു, പോകുന്നു. ശരീരം അയയുന്നു. പെട്ടെന്ന് ചിന്തകൾ അവസാനിക്കുന്നൊരു ബിന്ദു വരുന്നു. ശ്വാസം വളരെ ലഘുവാകുന്നു. ശരീരമില്ലാതായതുപോലെ തോന്നുന്നു. നീ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രവേശനത്തെ നീ അല്പം ബോധത്തോടെ നോക്കിയാൽ നിന്റെ ഉറക്കം ധ്യാനമായി മാറും. അപ്പോൾ രാവിലെ നീ കേവലം ഉറക്കമുണരുകയല്ല ചെയ്യുക. നീ ഉന്മേഷവാനും നിർമ്മലനും ലഘുവുമായുണരും. കാരണം മനസ്സ് നിശ്ചലമായിരുന്നു. മനസ്സ് നിശ്ചലമാകുമ്പോൾ ഊർജം പുനർജീവിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇത് കേൾക്കുക. ഒന്നും ചെയ്യരുത്, ഒന്നുമാകരുത്, ഒന്നും ആഗ്രഹിക്കരുത്. ശരീരത്തെ അയച്ചിടുക. ശ്വാസത്തെ സ്വാഭാവികമായി വിടുക. ചിന്തകളെ വരാനും പോകാനും അനുവദിക്കുക. സ്വയം വെറും സാക്ഷിയായി മാറുക. മനസ്സ് തനിയെ നിശ്ചലമാകും. ഉറക്കം ബഹളമില്ലാതെ നിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഇതാണ് കല. ഈ കല ആർക്കാണോ മനസ്സിലായത് അവർക്ക് ഓരോ രാത്രിയും ധ്യാനമാണ്. ഓരോ രാത്രിയും പുനർജന്മമാണ്. ഓരോ രാത്രിയും ചെറിയൊരു മരണമാണ്. ഓരോ പ്രഭാതവും പുതിയ ജീവിതമാണ്. നിനക്കുറങ്ങണം. എന്നാൽ നീ എപ്പോഴാണുറന്നിരുന്നതെന്ന് നീ ഒരിക്കലും കണ്ടിട്ടില്ല. പകൽ മുഴുവൻ നീ പാതി ഉറക്കത്തിലാണ് ജീവിക്കുന്നത്. നടക്കുന്നു, പക്ഷേ ഉള്ളിൽ മറ്റാരോ നടക്കുന്നു. സംസാരിക്കുന്നു, പക്ഷേ വാക്കുകൾ മറ്റാരുടേതോ ആണ്. ചിരിക്കുന്നു, പക്ഷേ ചിരി കടം വാങ്ങിയതാണ്. ഈ അപൂർണമായ ജീവിതമാണ് രാത്രിയിലെ അപൂർണമായ ഉറക്കമായി മാറുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, ഉറക്കമെന്നത് വേറിട്ടൊരു സംഭവമല്ല. അത്
ദിവസം മുഴുവനുള്ളതിൻ്റെ ഫലമാണ്. പകൽ സമയത്ത് നീ സമ്മർദ്ദം ശേഖരിച്ചാൽ രാത്രിയിൽ അതേ സമ്മർദ്ദം നിന്റെ തലയിണക്കരികിൽ വന്നിരിക്കും. നീ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഒരു കാര്യം മനസ്സിലാക്കുക. മനസ്സിനെ നിശ്ചലമാക്കുക എന്നത് ഒരു യാന്ത്രിക പ്രക്രിയയല്ല. അത് തിരിച്ചറിവിലൂടെയാണ് സംഭവിക്കുന്നത്. ചിന്തകൾ നീയല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ചിന്തകൾക്കവയുടെ പിടി നഷ്ടപ്പെടും. ഇന്ന് നീ കിടക്കയിൽ പോകുമ്പോൾ നിന്റെ മനസ്സിനോട് പോരാടരുത്. പോരാട്ടം എപ്പോഴും ഊർജം വർദ്ധിപ്പിക്കും. എത്രത്തോളം ഊർജം കൂടുന്നുവോ അത്രത്തോളം ഉറക്കം ദൂരേക്കു മാറും. പകരം ഒരു പരീക്ഷണം ചെയ്യുക. നിന്റെ മനസ്സിനോട് പറയുക, ശരി, എത്ര ബഹളമുണ്ടാക്കണോ അത്രയും ഉണ്ടാക്കിക്കോ, ഞാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും നോക്കുക. നീ അത്ഭുതപ്പെടും. മനസ്സൽപ്പനേരത്തിനുള്ളിൽ ക്ഷീണിക്കും. കാരണം മനസ്സിന് ആവേശം ആവശ്യമാണ്. നിന്റെ പങ്കാളിത്തം ആവശ്യമാണ്. നീ അതിലുൾപ്പെട്ടില്ലെങ്കിൽ അത് തനിയെ എന്തു ചെയ്യും? അത് ക്രമേണ മന്ദഗതിയിലാകും. അവസാനം ചിന്തകൾക്കിടയിൽ ഒരു ചെറിയ ഇടവേള കാണാൻ സാധിക്കും. ആ ഇടവേള വളരെ ചെറുതായിരിക്കും. 1 സെക്കൻഡ് പോലും തികയാനിരിക്കുന്നു. പക്ഷേ അവിടെയാണ് രഹസ്യമൊളിഞ്ഞിരിക്കുന്നത്. ചിന്തകൾക്കിടയിലുള്ള ആ നിശബ്ദത, അതാണ് മനസ്സ് നിശ്ചലമാകൽ. ആ നിശബ്ദതയെ നീ തിരിച്ചറിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും എന്താണ് ഉറക്കം. ആ നിശബ്ദതയിലേക്ക് വീഴുന്നതാണ് ഉറക്കം. ഞാൻ നിനക്ക് മറ്റൊരു ഉദാഹരണം കൂടി തരാം. ഒരു തടാകമുണ്ട്. പകൽ മുഴുവൻ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ആളുകൾ കല്ലുകൾ എറിഞ്ഞു. തിരമാലകൾ ഉയർന്നുകൊണ്ടിരുന്നു. രാത്രിയായി. കാറ്റ് നിന്നു. കല്ലുകളൊന്നും എറിയപ്പെട്ടില്ല. തടാകം പതിയെ ശാന്തമായി. അപ്പോൾ ചന്ദ്രൻ അതിൽ വ്യക്തമായി തെളിഞ്ഞു കാണാൻ തുടങ്ങി. നിന്റെ മനസ്സും ഒരു തടാകമാണ്. പകൽ മുഴുവൻ നീ കല്ലുകളെറിയുന്നു. ആശങ്കയുടെ, മോഹങ്ങളുടെ, താരതമ്യങ്ങളുടെ, ദേഷ്യത്തിൻ്റെ. രാത്രിയിൽ നീ പറയുന്നു, ഇനി ശാന്തമാകൂ. അതെങ്ങനെ സാധ്യമാകും? ഞാൻ പറയുന്നു, കല്ലെറിയുന്നത് നിർത്തുക. കുറഞ്ഞപക്ഷം ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. മൊബൈൽ ദൂരേക്ക് വയ്ക്കുക. തർക്കിക്കരുത്. ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകൾ മെനയരുത്. അല്പം മൗനത്തിനിടം നൽകുക. എന്നിട്ട് കിടക്കയിലേക്ക് പോകുക. എന്നിട്ടിത് കേൾക്കുക. ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. നീ വെറും സാക്ഷിയാണ്. ഏതെങ്കിലും ഓർമ്മ വന്നാൽ അതിന് നന്ദി പറഞ്ഞു വിട്ടയയ്ക്കുക. ഏതെങ്കിലും ഭയം ഉയർന്നു വന്നാൽ അതിനെ നോക്കുക, അമർത്തരുത്. ഭയം അമർത്തിയാൽ അത് വളരും. നോക്കിയാൽ അത് ഉരുകിപ്പോകും. ക്രമേണ ശരീരം ഭാരമുള്ളതായി നിനക്കനുഭവപ്പെടും. ഉള്ളിൽ നിന്നാരോ നിന്നെ താഴേക്ക് വലിക്കുന്നതുപോലെ. ആ വലിച്ചിലിനെ എതിർക്കരുത്. പലരും ഈ തെറ്റു ചെയ്യാറുണ്ട്. ഉറക്കത്തിന്റെ ആദ്യത്തെ സ്പർശനം ലഭിക്കുമ്പോൾ തന്നെ അവർ പരിഭ്രമിക്കുന്നു. കാരണം ഉറക്കം ചെറിയൊരു മരണമാണ്. അഹങ്കാരത്തിന് തോന്നും, ഞാൻ പോകുകയാണ്. അവൻ ഞെട്ടിയുണയുന്നു. നീ വെറും സമർപ്പണം ചെയ്യുക. ഉറക്കത്തെ ഭയപ്പെടരുത്. അത് നിന്നെ ഇല്ലാതാക്കാനല്ല വരുന്നത്, നിന്നെ പുതുക്കാനാണ് വരുന്നത്. ഓരോ രാത്രിയും മരിക്കാൻ പഠിക്കുന്നവൻ ഓരോ പ്രഭാതവും പുതിയതായി ജനിക്കുന്നു. ഓർക്കുക, മനസ്സ് നിശ്ചലമാകുക എന്നാൽ അഹങ്കാരത്തെ അയച്ചിടുക എന്നാണ്. അഹങ്കാരം പറയുന്നു, ഞാൻ നിയന്ത്രണത്തിലിരിക്കണം. ഉറക്കം പറയുന്നു, വിട്ടേക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിന്റേതാണ്. നിന്റെ ചിന്തകളാൽ, നിന്റെ തന്നെ പോരാട്ടങ്ങളാൽ നീ ശരിക്കും തളർന്നെങ്കിൽ ഇന്ന് രാത്രി ചെറിയൊരു സമർപ്പണം ചെയ്യുക. ഉള്ളിൽ പറയുക, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ വെറും നോക്കുക മാത്രം ചെയ്യും. എന്താണോ സംഭവിക്കുന്നത് അത് സംഭവിക്കട്ടെ. നീ കാണും, ക്രമേണ ഉള്ളിൽ ഒരു മൃദുലമായ ഇരുട്ട് പടരുന്നു. ആ ഇരുട്ട് ഭയപ്പെടുത്തുന്നതല്ല, അതൊരു ഗർഭപാത്രം പോലെയാണ്. അതിൽ വിശ്രമമുണ്ട്, അതിൽ സുരക്ഷയുണ്ട്. അപ്പോൾ ചിന്തകൾ പൊളിഞ്ഞുപോകും. ശ്വാസം വളരെ ലഘുവാകും. ബരീബോധം കുറയും. നീ യാതൊരു പ്രയത്നവുമില്ലാതെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് കല, മനസ്സ് നിശ്ചലമാകൽ. കാരണം നീ അതിൽ നിന്ന് അകലം പാലിച്ചു. ഉറക്കം ആരംഭിക്കുന്നു. കാരണം നീ സമർപ്പണം ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നു, ഒന്നും ചെയ്യരുത്. വെറുതെ കേൾക്കുക, വെറുതെ നോക്കുക, വെറുതെ ഇരിക്കാൻ അനുവദിക്കുക. അപ്പോൾ രാത്രി നിന്നെ അതിൻ്റെ മടിത്തട്ടിലേക്കെടുക്കും. ഉറക്കം നിന്നെ തേടി വരുന്നുണ്ട്. എന്നാൽ നീ ഇത്രയധികം ബഹളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ മുട്ടൽ നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഉറക്കം കൊണ്ടുവരേണ്ടതാണെന്ന് നീ കരുതുന്നു.
ഞാൻ പറയുന്നു, ഉറക്കത്തെ വരാൻ അനുവദിക്കുകയാണ് വേണ്ടത്. ഇതൊരു സൂക്ഷ്മമായ വ്യത്യാസമാണ്. എന്നാൽ ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യവും ഇതിലാണൊളിഞ്ഞിരിക്കുന്നത്. നിന്റെ മനസ്സെപ്പോഴും സജീവമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ശൂന്യതയെ അതിനു പേടിയാണ്. മൗനത്തെ അതിന് ഭയമാണ്. കാരണം മൗനത്തിൽ മനസ്സു നിലനിൽക്കുന്നില്ല. മനസ്സില്ലാതാകുമ്പോൾ നീ നിന്റെ യഥാർത്ഥ സ്വരൂപത്തോടടുക്കുന്നു. ഇതുകൊണ്ടാണ് പലരും ഉറങ്ങാൻ ഭയപ്പെടുന്നത്. അവർക്കതറിയാൻ കഴിയുന്നില്ല. എന്നാൽ ചിന്തകളുടെ പിടി അഴയുന്ന നിമിഷം അവർ പെട്ടെന്ന് പുതിയൊരു ചിന്തയെ പിടിക്കുന്നു. വെറുതെ ആ ശൂന്യതയിലേക്ക് വീണുപോകുമോ എന്ന ഭയം കൊണ്ടു മാത്രം. ഞാൻ പറയുന്നു, ആ ശൂന്യതയിലേക്ക് വീഴുക. ആ ശൂന്യതയാണ് നിന്റെ അഭയം. ഉറക്കം ആ ശൂന്യതയുടെ സമ്മാനമാണ്. നീ നന്നായി ചിരിക്കുമ്പോഴോ കരയുമ്പോഴോ അല്ലെങ്കിൽ വളരെ ആഴത്തിൽ എന്തെങ്കിലും അനുഭവിക്കുമ്പോഴോ ലഭിക്കുന്ന ഉറക്കം വ്യത്യസ്തമാണെന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ട്? കാരണം അന്ന് നീ നിന്റെ ഉള്ളിലെന്തോ ഒന്ന് പൂർണ്ണമായി ജീവിച്ചു. അപൂർണത കുറഞ്ഞു. ഉറക്കമില്ലായ്മയുടെ ഏറ്റവും വലിയ കാരണം അപൂർണതയാണ്. അപൂർണമായ സംഭാഷണങ്ങൾ, അപൂർണമായ തീരുമാനങ്ങൾ, അപൂർണമായ പ്രണയം, അപൂർണമായ വിടവാങ്ങൽ, ഇവയെല്ലാം രാത്രിയിൽ തിരികെ വരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, ഉറങ്ങുന്നതിനു മുമ്പ് ദിവസത്തെ പൂർത്തിയാക്കുക. കണ്ണുകൾ അടയ്ക്കുക. ദിവസത്തെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് നോക്കുക. രാവിലെ മുതൽ ഈ നിമിഷം വരെ ഒരു സിനിമ റിവേഴ്സിൽ ഓടുന്നതുപോലെ വെറുതെ നോക്കുക. അഭിപ്രായം പറയരുത്. തീരുമാനങ്ങൾ എടുക്കരുത്. എവിടെയെങ്കിലും തെറ്റു സംഭവിച്ചുവെങ്കിൽ നോക്കുക. എവിടെയെങ്കിലും സൗന്ദര്യമുണ്ടായിരുന്നുവെങ്കിൽ നോക്കുക. ഈ നോക്കുന്ന പ്രക്രിയ നിന്നെ ലഘുവാക്കും. ദിവസം പൂർത്തിയാകും. പൂർത്തിയായ ദിവസം രാത്രിയിൽ നിന്നെ ഉണർത്തുകയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, മനസ്സ് നിശ്ചലമാക്കുക എന്നത് ബലപ്രയോഗമല്ല, അത് പൂർണ്ണതയിൽ നിന്നാണ് വരുന്നത്. ആരുടെ ദിവസം അപൂർണമാണോ അവരുടെ രാത്രി അസ്വസ്ഥമായിരിക്കും. ആരുടെ ദിവസം ബോധമുള്ളതാണോ അവരുടെ രാത്രി ആഴമുള്ളതായിരിക്കും. ഇനി ഞാൻ നിനക്ക് മറ്റൊരു രഹസ്യം കൂടി തരാം. നീ കിടക്കുമ്പോൾ ശരീരം ഭൂമിയിൽ കിടക്കുന്നതെന്നനുഭവിക്കുക. ഭൂമി നിന്നെ താങ്ങുന്നുണ്ടെന്നനുഭവിക്കുക. നിന്നെ തന്നെ താങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. നീ ജീവിതകാലം മുഴുവൻ നിന്നെ തന്നെ താങ്ങി നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നീ തളർന്നത്. ഇന്ന് രാത്രി ഭൂമിയെ നിന്നെ താങ്ങാൻ അനുവദിക്കുക. ഈ വിശ്വാസം പഠിക്കുക. ശ്വാസത്തെ നോക്കുക. ശ്വാസം ഉള്ളിലേക്ക്, ജീവൻ. ശ്വാസം പുറത്തേക്ക്, സമർപ്പണം. ഓരോ ശ്വാസത്തോടൊപ്പവും അല്പം അയയുക. തോളുകൾ അഴിയുന്നു. മുഖം അഴിയുന്നു. കണ്ണുകൾക്കു ചുറ്റുമുള്ള പേശികൾ അഴിയുന്നു. ഇപ്പോൾ ചിന്തകളെയും അഴിച്ചിടുക. ഏതെങ്കിലും ചിന്ത നാളെ ഇത് ചെയ്യണം എന്നു പറഞ്ഞാൽ അതിനോട് പറയുക, നാളെ നോക്കാം. ഈ നിമിഷം നാളത്തേക്കുള്ളതല്ല. ഈ നിമിഷം വിശ്രമത്തിലുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, നീ ചിന്തയല്ല. ചിന്തകൾ മേഘങ്ങളാണ്. നീ ആകാശമാണ്. മേഘങ്ങൾ വരുന്നു, പോകുന്നു. ആകാശം ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല. ഈ അനുഭവം ആഴപ്പെടുമ്പോൾ മനസ്സ് തനിയെ നിശ്ചലമാകും. ഉറക്കം ആരംഭിക്കുകയും ചെയ്യും. ഒരു പൂവ് പതിയെ അടയുന്നതുപോലെ. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വൈകുന്നേരമാകുമ്പോൾ ചില പൂക്കൾ സ്വയം ചുരുങ്ങുന്നു. ആരും അവരോട് നിർദ്ദേശിക്കുന്നില്ല. ആരും അവരെ നിർബന്ധിക്കുന്നില്ല. സമയം വരുമ്പോൾ അവ അടയുന്നു. നീയും അത്തരമൊരു പൂവാണ്. സമയം വരാൻ അനുവദിക്കുക. പ്രകൃതിയുടെ താളത്തെ തകർക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്നോട് തന്നെ ദയ കാണിക്കുക. ഇന്നും ഉറക്കം വന്നില്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തുന്നത് മനസ്സിനെ കൂടുതൽ സജീവമാക്കും. വെറുതെ നോക്കുക. ഇതൊരനുഭവമാണ്. ക്രമേണ നിന്റെ നോട്ടം ഇത്രയധികം ആഴമുള്ളതാകും. ചിന്തകൾ വന്നു ക്ഷീണിച്ചുപോകും. മനസ്സ് എപ്പോൾ നിശ്ചലമായി, എപ്പോൾ ഉറക്കം ആരംഭിച്ചു എന്ന് നിനക്ക് പോലും അറിയാൻ കഴിയാത്തൊരു നിമിഷം വരും.
ആ പരിവർത്തനം വളരെ സൂക്ഷ്മമായിരിക്കും. നിനക്കത് പിടിക്കാൻ കഴിയില്ല. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ മാറിയെന്ന് നിനക്ക് മനസ്സിലാകും. നീ ലഘുവാണ്. നിന്റെ കണ്ണുകളിൽ തിളക്കമുണ്ട്. നീ ഉള്ളിൽ ശാന്തനാണ്. കാരണം നീ രാത്രിയെ യുദ്ധമാക്കിയില്ല. നീ അതിനെ ധ്യാനമാക്കി മാറ്റി. ഞാൻ നിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇത് കേൾക്കുക, സാക്ഷിയാകുക, സമർപ്പിക്കുക. മനസ്സ് തനിയെ നിശ്ചലമാകും. ഉറക്കം നിന്റെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങും. ഒരു ശാന്തമായ നദി കടലിൽ ചേരുന്നതുപോലെ. ഉറക്കം ഒരു പ്രശ്നമല്ല. പ്രശ്നം നിന്റെ നിയന്ത്രണമാണ്. നീ ജീവിതത്തെ മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത്. നീ ബന്ധങ്ങളെ മുറുകെ പിടിക്കുന്നു. നീ ചിന്തകളെ മുറുകെ പിടിക്കുന്നു. നീ നിന്റെ അസ്തിത്വത്തെ മുറുകെ പിടിക്കുന്നു. രാത്രിയാകുമ്പോൾ ഉറക്കം പറയുന്നു, വിട്ടേക്കുക. ഇതാണ് പോരാട്ടം. വിട്ടുനൽകാൻ നിനക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, ഉറക്കം സമർപ്പണമാണ്. ഉള്ളിൽ ഭയമില്ലാത്തവർക്ക് മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ. എന്താണ് ഭയം? ഭയമെന്നത് ഞാൻ ഇല്ലാതാകും എന്നതാണ്. ഉറക്കത്തിൽ സത്യത്തിൽ ഞാൻ കുറച്ചുനേരത്തേക്ക് ഇല്ലാതാകുന്നു. അഹങ്കാരത്തിന് ഉറക്കാൻ കഴിയില്ല. അഹങ്കാരം ഉണർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ കാവൽക്കാരനാണ്. എന്നാൽ ജീവിതത്തിന് കാവൽക്കാരൻ്റെ ആവശ്യമില്ല. ജീവിതം സ്വയം ഒഴുകുകയാണ്. നീ ഉറങ്ങുമ്പോൾ ശ്വസിക്കാൻ മറക്കുന്നില്ല. ഹൃദയം മിടിക്കാൻ മറക്കുന്നില്ല. രക്തമൊഴുകാൻ മറക്കുന്നില്ല. പിന്നെ എന്തിനാണീ തെറ്റിദ്ധാരണ, നീ അയഞ്ഞാൽ എല്ലാം തകർന്നുപോകും എന്ന്? ഈ തെറ്റിദ്ധാരണയാണ് ഉറക്കമില്ലായ്മ. ഇന്നു രാത്രി ഒരു വലിയ തിരിച്ചറിവുമായി ഉറങ്ങുക. ഉള്ളിൽ പറയുക, ജീവിതം സ്വയം ഒഴുകുകയാണ്. അതിനെ നയിക്കുന്നത് ഞാനല്ല. ഈ വാചകം നിന്റെ ഉള്ളിലെ ഭാരം എടുത്തുമാറ്റും. നീ ജീവിതകാലം മുഴുവൻ ഭാരം ചുമന്നുകൊണ്ടേയിരുന്നു. ഉത്തരവാദിത്തങ്ങൾ, പ്രതീക്ഷകൾ, പ്രതിച്ഛായകൾ. എന്നാൽ ഉത്തരവാദിത്വമെന്നാൽ ഭാരമല്ല. ഉത്തരവാദിത്വമെന്നാൽ ബോധമാണ്. ബോധമൊരിക്കലും തളർത്തുന്നില്ല. ഉണർന്നിരിക്കാനുള്ള പരിശ്രമമാണ് തളർത്തുന്നത്. ഇപ്പോൾ നീ കിടക്കുമ്പോൾ നദിയിൽ നീന്തുമ്പോൾ ശരീരം അയച്ചിടുന്നതുപോലെ അയച്ചിടുക. നീന്താൻ അറിയില്ലെങ്കിൽ നീ വെള്ളത്തിൽ മുറുകെ പിടിക്കും. ആ മുറുക്കം നിന്നെ മുക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നീന്താൻ അറിയുന്നവൻ അയഞ്ഞു നൽകും. വെള്ളം അവനെ ഉയർത്തും. ഉറക്കവും അത്തരമൊരു വെള്ളമാണ്. നീ എത്രത്തോളം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം അസ്വസ്ഥതയിൽ മുങ്ങും. നീ എത്രത്തോളം അയയുന്നുവോ അത്രത്തോളം ശാന്തതയിലൊഴുകും. ഇപ്പോൾ നിനക്ക് മറ്റൊരു സൂക്ഷ്മമായ കാര്യം കൂടി പറഞ്ഞുതരാം. നീ ഉറങ്ങാൻ പോകുമ്പോൾ പലപ്പോഴും നിന്റെ മനസ്സ് ഭാവിയിലായിരിക്കും. നാളെ എന്തു സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും? ഭാവിയെക്കുറിച്ചുള്ള ഭാവനയാണ് സമ്മർദ്ദം. ഉറക്കം ലഭിക്കുന്നത് വർത്തമാനത്തിലാണ്. ഈ നിമിഷത്തിൽ നീ പൂർണ്ണമായി ഇറങ്ങിച്ചെന്നാൽ ഉറക്കം സ്വാഭാവികമായി തീരുന്നു. അതിനാൽ കിടക്കുമ്പോൾ ഈ നിമിഷത്തെ മാത്രം അനുഭവിക്കുക. വിരിപ്പിന്റെ സ്പർശനം, തലയിണയുടെ മൃദുത്വം, ശ്വാസത്തിന്റെ ചൂട്, ഈ ചെറിയ ചെറിയ സംവേദനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. സംവേദനങ്ങൾ നിന്നെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ചിന്തകൾ നിന്നെ ഭാവിയിലേക്കോ അതീതത്തിലേക്കോ കൊണ്ടുപോകുന്നു. നീ സംവേദനങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ചിന്തകൾ അവയുടെ ശക്തി നഷ്ടപ്പെടുത്തുന്നു. മനസ്സ് പതിയെ മന്ദഗതിയിലാകുന്നു. നീ കാണും, ചിന്തകളുടെ അരുവി ഇപ്പോൾ വേഗതയേറിയ നദിയല്ല. അത് ചെറിയ ചെറിയ തിരമാലകളായി മാറിക്കഴിഞ്ഞു. എന്നിട്ട് തിരമാലകളും ശാന്തമാകുന്ന ഒരു നിമിഷം വരുന്നു. ആ നിമിഷം ഭയപ്പെടുത്തുന്നതായി തോന്നാം. കാരണം അവിടെ പിടിക്കാനൊന്നുമില്ല. എന്നാൽ അതൊരു പ്രവേശന കവാടമാണ്. അവിടെയാണ് മനസ്സ് നിശ്ചലമാകുന്നത്, ഉറക്കം ആരംഭിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഉറക്കത്തെ നിർബന്ധിക്കരുത്. ഉറക്കത്തെ ക്ഷണിക്കുക. ക്ഷണിക്കുക എന്നർത്ഥം വീട് വൃത്തിയാക്കുക, വിളക്കണയ്ക്കുക, വാതിൽ തുറന്നിടുക,
അതിഥി സ്വയം വന്നുകൊള്ളും. ഓർക്കുക, ഇന്നും നിനക്ക് പൂർണ്ണമായി ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശപ്പെടരുത്. ഓരോ രാത്രിയും ഒരു അഭ്യാസമാണ്. ഓരോ രാത്രിയും ഓരോ ആഴമാണ്. ക്രമേണ നിന്റെ വിശ്വാസം വർദ്ധിക്കും. ക്രമേണ നിന്റെ സമർപ്പണം ആഴപ്പെടും. ഒരുനാൾ നീ അറിയും, ഉറങ്ങുന്നതും ധ്യാനമാണ്. നീ കിടക്കയിൽ കിടന്ന് ഉള്ളിൽ പുഞ്ചിരിക്കുക. പറയുക, ഇനി ഞാനൊന്നും ചെയ്യില്ല, ഇനി ജീവിതം ചെയ്യട്ടെ. എന്നിട്ട് പതുക്കെ സ്വയം താഴേക്ക് വീഴാൻ അനുവദിക്കുക. മനസ്സ് നിശ്ചലമാകുക. അതൊരു സ്വിച്ചല്ല, മറിച്ചൊരു സൂര്യൻ അസ്തമിക്കുന്നത് പോലെയാണ്. ഉറക്കം ആരംഭിക്കുന്നു. ആകാശത്ത് ശാന്തത ഇറങ്ങി വരുന്നതുപോലെ. ഇപ്പോൾ മുറുകെ പിടിക്കരുത്, ചിന്തിക്കരുത്, ഭയപ്പെടരുത്. നിന്റെ ഏറ്റവും വലിയ തളർച്ച ജോലിയാലല്ല, നിന്റെ ചിന്തകളാലാണ്. പകൽ മുഴുവൻ നീ എത്ര ജോലി ചെയ്തു എന്നതത്ര പ്രധാനമല്ല. പകൽ മുഴുവൻ നീ എത്ര ചിന്തിച്ചു എന്നതാണ് കൂടുതൽ പ്രധാനം. ചിന്തിക്കുക, അതൊരധ്വാനമാണ്. നീ അത് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രാത്രിയിൽ ശരീരം കിടക്കുമ്പോഴും മനസ്സിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ പറയുന്നു, ഞാൻ വളരെ തളർന്നിരിക്കുന്നു. അല്ല, നീ ശരീരത്താലല്ല, മനസ്സിനാൽ തളർന്നിരിക്കുന്നു. മനസ്സിനുറക്കമല്ല വേണ്ടത്, മനസ്സിന് അന്ത്യമാണ് വേണ്ടത്. ഓർക്കുക, ഉറക്കം ശരീരത്തിന്റെ ആവശ്യമാണ്, മൗനം ബോധത്തിന്റെ ആവശ്യമാണ്. നീ ശരീരത്തെ മാത്രം കിടത്തുകയും മനസ്സിനെ വിട്ടയക്കില്ലെങ്കിൽ ഉറക്കം അപൂർണമായിരിക്കും. ഇപ്പോൾ ഞാൻ നിനക്ക് വളരെ സൂക്ഷ്മമായ ഒരു കാര്യം പറഞ്ഞുതരാം. നീ ഉറങ്ങാൻ പോകുമ്പോൾ നിന്റെ ഉള്ളിൽ 2 അരുവികൾ ഒഴുകുന്നുണ്ട്. ഒന്ന് ക്ഷീണത്തിന്റെ അരുവി, അത് നിന്നെ താഴേക്ക് വലിക്കുന്നു. മറ്റൊന്ന് ശീലത്തിന്റെ അരുവി, അത് നിന്നെ ചിന്തകളിൽ മുഴുകാൻ പ്രേരിപ്പിക്കുന്നു. ഈ ശീലം ഇത്രയും പഴയതാണ്, നിനക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആർക്കെങ്കിലും പുകവലിക്കാൻ ശീലമുള്ളതുപോലെ നിനക്ക് ചിന്തിക്കാൻ ശീലമായിരിക്കുന്നു. ഇപ്പോൾ നീ നേരിട്ട് ചിന്തകൾ നിർത്താൻ ശ്രമിച്ചാൽ സംഘർഷമുണ്ടാകും. ഞാൻ പറയുന്നു, ചിന്തകളെ കാണാനുള്ള ശീലം വളർത്തുക. ക്രമേണ കാണാനുള്ള ശീലം ചിന്തിക്കുന്ന ശീലത്തേക്കാൾ ശക്തമാകും. ഏതു ദിവസം കാണാനുള്ള ശീലം പ്രബലമാകുന്നുവോ അന്ന് ചിന്തകൾ തനിയെ ദുർബലമാകും. ഇന്നു രാത്രി ചെറിയൊരു കളി കളിക്കുക. നീ ഉറങ്ങാൻ പോകുമ്പോൾ നിന്റെ ഉള്ളിലുയരുന്ന ഓരോ ചിന്തയ്ക്കും ഒരു പേര് നൽകുക. ഏതെങ്കിലും പ്ലാൻ വന്നാൽ പറയുക, പ്ലാൻ. ഏതെങ്കിലും ഓർമ്മ വന്നാൽ പറയുക, ഓർമ്മ. ഏതെങ്കിലും ഭയം വന്നാൽ പറയുക, ഭയം. വെറും പേരു നൽകുക, വിട്ടേക്കുക. ഈ പേരു നൽകൽ നിന്നെ സാക്ഷിയാക്കും. ഇപ്പോൾ നീ ചിന്തയിലല്ല, നീ ചിന്തയെ നോക്കുകയാണ്. ക്രമേണ ചിന്തകളുടെ പിടി അയയുന്നതുപോലെ നിനക്ക് തോന്നും. പിന്നീട് മറ്റൊരാഴമുള്ള പാളി കാണാം, വികാരങ്ങൾ. ചിലപ്പോൾ പെട്ടെന്ന് വിഷമം വരും, ചിലപ്പോൾ കാരണമില്ലാത്ത അസ്വസ്ഥത, ചിലപ്പോൾ നേറിയ പരിഭ്രമം. ഓടിപ്പോവരുത്. വികാരങ്ങളും ഊർജത്തിന്റെ തരംഗങ്ങളാണ്. അവയെ പൂർണ്ണമായും അനുഭവിക്കുക. വിഷമം വന്നാൽ അതിനിടം നൽകുക. കണ്ണുനീർ വന്നാൽ ഒലിച്ചു തീരട്ടെ. എന്താണോ ഉള്ളിൽ അമർത്തിവെച്ചിരിക്കുന്നത് അതാണ് രാത്രിയിൽ പൊങ്ങിവരുന്നത്. എന്താണോ നീ അംഗീകരിക്കുന്നത് അത് ശാന്തമായി തീരുന്നു. ഉറക്കത്തിലേക്കുള്ള വഴി അംഗീകാരത്തിലൂടെയാണ്. നിഷേധിച്ചാൽ നീ ഉണർന്നിരിക്കും. ഇനി മറ്റൊരു രഹസ്യം കൂടി കേൾക്കുക. പലരും ഉറക്കത്തെ ഒരു ഫലമായി കാണുന്നു. അവർ ചിന്തിക്കുന്നു, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. ഞാൻ പറയുന്നു, നീ ശരിയാകുമ്പോൾ, അതായത് ശാന്തനാകുമ്പോൾ ഉറക്കം വന്നുകൊള്ളും. ഉള്ളിലെ ശാന്തിയാണ് ആദ്യം വരുന്നത്. ഉറക്കം അതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഉറങ്ങുന്നതിനു മുമ്പ് ഉള്ളോട് പറയുക, ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ശരിയാണ്. ഇന്നു നടന്നത് ശരിയായി, നടക്കാത്തതും ശരിയായി. ഈ വാചകം നിന്റെ ഉള്ളിൽ ഒരംഗീകാരം സൃഷ്ടിക്കും. അംഗീകാരത്തിൽ മനസ്സുരുകുന്നു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നീ ആരോടെങ്കിലും പ്രണയത്തിലാണെങ്കിൽ അവരുടെ സാമീപ്യത്തിൽ നിനക്ക് ആഴത്തിൽ ഉറക്കം ലഭിക്കാറുണ്ട്. എന്തുകൊണ്ട്? അവിടെ ഭയമില്ല, അവിടെ നിയന്ത്രണമില്ല, അവിടെ സുരക്ഷയുണ്ട്. ഇന്നു രാത്രി നിന്റെ ഉള്ളോട് അത്തരം പ്രണയം കാണിക്കുക. നിന്റെ ഉള്ളിൽ സുരക്ഷിതത്വം അനുഭവിക്കുക. പറയുക, ഞാൻ ഇവിടെയുണ്ട്. എല്ലാം ശരിയാണ്. ഒന്നിനും അപകടമില്ല.
ക്രമേണ ശരീരം അയയുന്നു, ശ്വാസം ദീർഘമാകുന്നു, ഹൃദയമിടിപ്പ് ശാന്തമാകുന്നു, ചിന്തകളുടെ ശബ്ദം പതിയെ കുറയുന്നു, ദൂരെ നിന്ന് കേൾക്കുന്ന റേഡിയോ പോലെ. നീ കേൾക്കും, ഇപ്പോൾ ഉള്ളിൽ നിശബ്ദത വർദ്ധിക്കുന്നു. ആ നിശബ്ദതയെ ഭയപ്പെടരുത്. അതാണ് നിന്റെ യഥാർത്ഥ വീട്. ആ നിശബ്ദതയിലാണ് മനസ്സ് നിശ്ചലമാകുന്നത്. മനസ്സ് നിശ്ചലമാകുമ്പോൾ ഉറക്കം ആരംഭിക്കുന്നു. ഉറക്കമൊരിരുട്ടല്ല, അതൊരു വിശ്രമത്തിൻ്റെ പ്രകാശമാണ്. നീ വീഴുന്നില്ല, നീ സമർപ്പിക്കുകയാണ്. നീ നഷ്ടപ്പെടുന്നില്ല, നീ തിരികെ വരികയാണ്. ഓരോ രാത്രിയും നീ നിന്റെ മൂലത്തിൽ മടങ്ങുന്നു. ഈ മടക്കത്തെ നീ ബോധത്തോടെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ അറിയും, ഉറക്കവും ധ്യാനവും രണ്ടല്ല. വ്യത്യാസം ഇത്രമാത്രം: ധ്യാനത്തിൽ നീ ഉണർന്നിരുന്ന് ശൂന്യതയിലേക്കിറങ്ങുന്നു, ഉറക്കത്തിൽ നീ ബോധമില്ലാതെ വീഴുന്നു. എന്നാൽ രണ്ടിൻ്റെയും വാതിൽ ഒന്നാണ്: മനസ്സ് ശാന്തമാകൽ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് കേൾക്കുക, നോക്കുക, അംഗീകരിക്കുക. ബാക്കിയെല്ലാം തനിയെ സംഭവിച്ചുകൊള്ളും. ഉറക്കമൊരു സംഭവമല്ല, അതൊരു മടങ്ങിവരവാണ്. നീ ദിവസം മുഴുവൻ പുറത്തായിരുന്നു, ആളുകളിൽ, വാക്കുകളിൽ, ജോലികളിൽ, ആഗ്രഹങ്ങളിൽ. നീ നിന്നെ തന്നെ പുറത്തേക്ക് വിതറിക്കളഞ്ഞു. രാത്രി വരുന്നു, അസ്തിത്വം നിന്നെ വിളിക്കുന്നു, ഇനി തിരിച്ചു വരൂ. എന്നാൽ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല. പുറത്തു ജീവിച്ച് നീ അത്രയധികം ശീലിച്ചുപോയി. ഉള്ളിലെ വീട് നിനക്ക് അപരിചിതമായി തുടങ്ങുന്നു. അതുകൊണ്ട് നീ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഉള്ളിൽ ഇരുട്ട് കാണുന്നു. നീ ഭയപ്പെടുന്നു. ഞാൻ പറയുന്നു, ആ ഇരുട്ടിനെ ശത്രുവായി കാണരുത്. അതാണ് നിന്റെ ഗർഭപാത്രം. അതാണ് നിന്റെ മൂലസ്ഥാനം. വിത്ത് ഇരുട്ടിൽ തന്നെയാണ് മുളയ്ക്കുന്നത്. കുഞ്ഞ് ഇരുണ്ട ഗർഭപാത്രത്തിൽ തന്നെയാണ് വളരുന്നത്. ഇരുട്ട് ജീവിതത്തിൻ്റെ ശത്രുവല്ല, ഇരുട്ട് ജീവിതത്തിനായുള്ള ഒരുക്കമാണ്. നീ ഉറങ്ങുമ്പോൾ അതേ ആദിമ ഇരുട്ടിലേക്കാണ് നീ മടങ്ങുന്നത്. എന്നാൽ നിന്റെ മനസ്സ് വെളിച്ചത്തിന് അടിമയായി മാറി, സ്ക്രീനുകളുടെ, വാക്കുകളുടെ, ചിന്തകളുടെ. അതുകൊണ്ട് ഉറങ്ങുന്നതിനു മുമ്പ് ചെറിയൊരു ഇരുട്ടിൻ്റെ സാധന ചെയ്യുക. മുറിയിലെ വെളിച്ചമണയ്ക്കുക. കണ്ണുകൾ അടച്ച് കുറച്ചുനേരം ഇരുട്ടിനെ മാത്രം അനുഭവിക്കുക. അതിനെ മാറ്റാൻ ശ്രമിക്കരുത്. അതിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. വെറുതെ അതിൽ വിശ്രമിക്കുക. ക്രമേണ ഇരുട്ട് ശൂന്യമല്ലെന്ന് നിനക്ക് തോന്നും. അതിലൊരാഴമുണ്ട്, ഒരു ശാന്തിയുണ്ട്. ആ ശാന്തി നിന്നെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകും. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കുക. മനസ്സ് നിശ്ചലമാകാത്തത് നീ അതിനെ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ്. നിന്റെ ചിന്തകളോട് നിനക്ക് പ്രണയമാണ്. അവ നിനക്ക് ദുഃഖം നൽകുന്നുണ്ടെങ്കിൽ പോലും. ചിന്തകൾ നിനക്കൊരു വ്യക്തിത്വം, ഐഡന്റിറ്റി നൽകുന്നു. നീ ചിന്തിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, നീ ചിന്തിക്കാതിരിക്കുമ്പോഴാണ് നീ യഥാർത്ഥത്തിലുള്ളത്. ചിന്തകൾ നിന്റെ നിഴലാണ്. നിന്റെ അസ്തിത്വം അവയേക്കാൾ ആഴന്തിയുള്ളതാണ്. ഇന്നു രാത്രി നീ കിടക്കുമ്പോൾ നിന്റെ ഉള്ളോട് ഈ ചോദ്യം ചോദിക്കുക: ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ഒരു ചിന്തയുമില്ലെങ്കിൽ ഞാൻ ഇല്ലാതാകുമോ? നിശബ്ദമായി അനുഭവിക്കുക. നീ കണ്ടെത്തും, ചിന്തകളില്ലെങ്കിലും നീയുണ്ട്. മറിച്ച് നീ കൂടുതൽ ലഘുവാണ്, കൂടുതൽ ശാന്തനാണ്. ആ അനുഭവമാണ് ഉറക്കത്തിൻ്റെ വാതിൽ. ഉറക്കത്തിൽ ചിന്തകൾ നിലയ്ക്കുന്നു, എന്നാൽ അസ്തിത്വം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഉറക്കം ഭയാനകമല്ല. അത് അഹങ്കാരത്തിന് മാത്രമാണ് ഭയാനകമായത്, നിനക്കല്ല. ഇപ്പോൾ ശ്വാസത്തെ അല്പം ആഴത്തിൽ നോക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, കുറച്ചുനേരം നിൽക്കുന്നു, പിന്നെ പുറത്തേക്ക് വരുന്നു. ആ ഇടവേളയെ അനുഭവിക്കുക. ഉള്ളിലേക്ക് പോകുന്നതിനും പുറത്തേക്ക് വരുന്നതിനുമിടയിൽ ഒരു സൂക്ഷ്മമായ വിരാമമുണ്ട്. ആ വിരാമമാണ് മനസ്സ് നിശ്ചലമാകാനുള്ള സൂചന. നീ ആ വിരാമത്തിൽ നിൽക്കുകയാണെങ്കിൽ ചിന്തകൾ പൊളിഞ്ഞുപോകും. ആ പൊളിയലിലാണ് ഉറക്കത്തിൻ്റെ വിത്തൊളിഞ്ഞിരിക്കുന്നത്. ക്രമേണ ശ്വാസത്തിൻ്റെ താളം നിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. നീ ഒന്നും ചെയ്യേണ്ടതില്ല. ആ താളത്തിൽ മാത്രം വിശ്വസിക്കുക. ഒരമ്മ താരാട്ടുപാട്ട് പാടുന്നതുപോലെ, കുഞ്ഞു പതിയെ അയഞ്ഞു വരുന്നതുപോലെ. നീ ആ കുഞ്ഞാണ്. ജീവിതം നിന്റെ അമ്മയാണ്. അവൾ നിന്നെ താങ്ങിയിരിക്കുന്നു. നീ നിന്റെ കടുപ്പം മാത്രം വിട്ടേക്കുക. തോളുകൾ അയയുന്നു, താടിയെല്ല അയയുന്നു, നാവ് അണ്ണാക്കിൽ നിന്ന് മാറുന്നു, കണ്ണുകൾക്ക് പിന്നിലെ സമ്മർദ്ദമയയുന്നു. ഇപ്പോൾ ഉള്ളിൽ പറയുക: ഞാൻ സുരക്ഷിതനാണ്, ഞാൻ വിട്ടേക്കുന്നു. ഈ വാചകം ഉള്ളിലിറങ്ങാൻ അനുവദിക്കുക.
പിന്നെ ഒന്നും ആവർത്തിക്കരുത്, ഒന്നും ചെയ്യരുത്. ആ വിടൽ സംഭവിക്കട്ടെ. ഇനിയൊരവസാന വഴിത്തിരിവ് കൂടിയുണ്ട്. ഇന്ന് രാത്രി നീ കിടക്കുമ്പോൾ നീ ഉറങ്ങാൻ പോകുകയാണെന്ന് കരുതരുത്. നീ അസ്തിത്വത്തിന് സമർപ്പിക്കാൻ പോകുകയാണെന്ന് കരുതുക. ഒരു നദി കടലിൽ ചേരുന്നതുപോലെ. നദി കടലിനോട് പോരാടുന്നില്ല, അതൊഴുകുന്നു. അതിന്റെ പേരില്ലാതാകുന്ന ഒരു നിമിഷം വരുന്നു. ഗംഗ ഇനി ഗംഗയല്ല, അത് കടലായി മാറുന്നു. ഉറക്കം അത്തരമൊരൊത്തുചേരലാണ്. നിന്റെ ചെറിയ സമയം അനന്തമായ ശാന്തിയിൽ അലിഞ്ഞുചേരുന്നു. ഈ ലയിക്കൽ പരാജയമല്ല, ഇത് പൂർണ്ണതയാണ്. ഇപ്പോൾ ഉള്ളിൽ വളരെ ആഴത്തിൽ അനുഭവിക്കുക. ഒന്നിനെയും മുറുകെ പിടിക്കേണ്ട ആവശ്യമില്ല. നാളെ തനിയെ വന്നുകൊള്ളും. ലോകം തനിയെ ഒഴുകുന്നു. ശ്വാസം തനിയെ നടക്കുന്നു. നീ വെറും സാക്ഷിയാണ്. ഇപ്പോൾ സാക്ഷിയെയും പതിയെ അയച്ചിടുക. അതെ, ഇതാണ് അവസാനത്തെ രഹസ്യം. ആദ്യം ചിന്തകളിൽ നിന്ന് വേർപെട്ടു, പിന്നെ വികാരങ്ങളിൽ നിന്ന് വേർപെട്ടു, പിന്നെ വേഷങ്ങളിൽ നിന്ന് വേർപെട്ടു. ഇപ്പോൾ സാക്ഷിയിൽ നിന്നും വേർപെടുക. കാണുന്നവൻ പോലുമില്ലാത്ത ചില നിമിഷങ്ങൾ വരുന്നു. വെറും ശുദ്ധമൗനം. അവിടെയാണ് ആഴത്തിലുള്ള ഉറക്കത്തിന്റെ വാതിൽ. ഭയപ്പെടരുത്, അവിടെ ഇരുട്ടില്ല, അവിടെ അനന്തമായ വിശ്രമമുണ്ട്. ഇപ്പോൾ ശരീരത്തെ പൂർണ്ണമായും ഭൂമിക്ക് സമർപ്പിക്കുക. ശ്വാസത്തെ ജീവിതത്തിന് സമർപ്പിക്കുക. മനസ്സിനെ മൗനത്തിന് സമർപ്പിക്കുക. ഉള്ളിൽ നിന്ന് വെറുതെ പറയുക, എന്താണോ ഉള്ളത് അത് സംഭവിക്കട്ടെ. ഇപ്പോൾ വാക്കുകൾ പതിയെ വീണുകൊണ്ടിരിക്കുന്നു. ചിന്തകൾ ദൂരേക്കു പോകുന്നു. ശ്വാസം വളരെ മൃദുവാകുന്നു. നീ ഒന്നും ചെയ്യുന്നില്ല. അതാണാ നിമിഷം. മനസ്സ് നിശ്ചലമാകൽ. പ്രയത്നമില്ല, പിടിയുമില്ല, തിരിച്ചറിയലുമില്ല. ഉറക്കം ആരംഭിക്കുന്നു. ശാന്തമായ നിലാവെളിച്ചം തടാകത്തിൽ ഇറങ്ങിവരുന്നതുപോലെ, അമ്മ കുഞ്ഞിനെ പുതപ്പിക്കുന്നതുപോലെ, പൂവ് രാത്രിയിൽ സ്വയം ചുരുങ്ങുന്നതുപോലെ. ഇപ്പോൾ ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും മാറ്റരുത്. വെറുതെ വീഴുക. നീ എപ്പോഴും എവിടെയായിരുന്നവോ, നീ എപ്പോഴും എവിടെയായിരിക്കുമോ ആ ആഴത്തിൽ വിശ്രമിക്കുക. ഇപ്പോൾ പൂർണ്ണ മൗനം, ഉറക്കം. ക്രമേണ നിന്റെ ശരീരം ഭാരമുള്ളതായി നിനക്ക് തോന്നും. ഭൂമി നിന്നെ താഴേക്കു വലിക്കുന്നതുപോലെ. ആ വലിച്ചിലിനൊപ്പം ഒഴുകുക. ഇതാണ് പലരും ഉണർന്നു പോകുവാൻ കാരണം. അവർക്ക് തങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നു, നഷ്ടപ്പെടാൻ അനുവദിക്കൂ. എന്താണോ നഷ്ടപ്പെടുന്നത് അത് വ്യാജമാണ്. എന്താണോ ബാക്കിയാകുന്നത് അതാണ് സത്യം. മനസ്സ് നിശ്ചലമാകൽ യഥാർത്ഥ നിന്നെ വെളിപ്പെടുത്തുന്നു. ഉറക്കം ആ സത്യമായ അസ്തിത്വത്തിന്റെ വിശ്രമമാണ്. ഇന്ന് രാത്രി ഉറക്കത്തെ ലക്ഷ്യമാക്കരുത്, ശാന്തിയെ ലക്ഷ്യമാക്കുക. ഉറക്കം ശാന്തിയുടെ നിഴലാണ്. ശാന്തി ആഴപ്പെടുമ്പോൾ ഉറക്കം തനിയേ വരും. ഞാൻ വീണ്ടും പറയുന്നു, ഇത് കേൾക്കുക, അയയുക, ഉള്ളിലേക്ക് മടങ്ങുക. നീ മടങ്ങുമ്പോൾ മനസ്സ് തനിയെ ശാന്തമാകും. ഉറക്കം ബഹളമില്ലാതെ, പ്രയത്നമില്ലാതെ നിന്നെ അതിന്റെ മൗനത്തിൽ പൊതിയുകയും ചെയ്യും. നീ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. ഉറക്കം കൊണ്ടുവരേണ്ടതല്ല, അതിലേക്കിറങ്ങിച്ചെല്ലേണ്ടതാണ്. എന്നാൽ ഇപ്പോഴും ഒരു കെട്ടു ബാക്കിയുണ്ട്, ഏറ്റവും ആഴത്തിലുള്ള കെട്ട്. അത് തിരിച്ചറിയലിന്റെ കെട്ടാണ്. നീ ദിവസം മുഴുവൻ പല വേഷങ്ങൾ കെട്ടിയാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ നീ അച്ഛനാണ്, ചിലപ്പോൾ അമ്മ, ചിലപ്പോൾ ജോലിക്കാരൻ, ചിലപ്പോൾ മുതലാളി, ചിലപ്പോൾ സുഹൃത്ത്. ഈ വേഷങ്ങൾ കെട്ടിക്കെട്ടി നീ ആരാണെന്ന് നീ മറന്നുപോയി. രാത്രി വരുന്നു, എല്ലാ വേഷങ്ങളും അഴിച്ചുമാറ്റണം. എന്നാൽ നീ അവയെയെല്ലാം കൂടെ കൂട്ടിയാണ് കിടക്കയിലേക്ക് പോകുന്നത്. നിന്റെ ശരീരം കിടക്കുന്നു, എന്നാൽ ഉള്ളിലെ മുതലാളി ഇപ്പോഴും തീരുമാനങ്ങളെടുക്കുന്നു. അച്ഛൻ ഇപ്പോഴും ആശങ്കപ്പെടുന്നു. വ്യക്തി ഇപ്പോഴും പ്ലാനുകൾ മെനയുന്നു. വേഷങ്ങൾ സജീവമായിരിക്കുമ്പോൾ മനസ്സ് എങ്ങനെ നിശ്ചലമാകും? അതുകൊണ്ട് ഉറങ്ങുന്നതിനു മുമ്പ് ചെറിയൊരു ആന്തരിക അനുഷ്ഠാനം ചെയ്യുക. കണ്ണുകളടച്ച് ഉള്ളിൽ പറയുക,
ഇന്നത്തേക്ക് എല്ലാ വേഷങ്ങളും അവസാനിച്ചു. ഞാൻ ആരുടെയും ഒന്നുമല്ല. ഞാൻ വെറും ഉണ്ട്. ഈ വെറും ഉണ്ട്, അതാണ് നിന്റെ ശുദ്ധമായ അസ്തിത്വം. അതിൽ പേരില്ല, ഉത്തരവാദിത്തമില്ല, ലക്ഷ്യമില്ല. വെറുതെയിരിക്കുക. ഓർക്കുക, ഉറക്കം ഉള്ളവസ്ഥയിലാണ് ലഭിക്കുന്നത്, ചെയ്യുന്നതിലല്ല. നിന്റെ ജീവിതം മുഴുവൻ ചെയ്യുന്നതിലായിരുന്നു. രാത്രി ഉള്ളവസ്ഥയിലേക്കുള്ള ക്ഷണമാണ്. ഇപ്പോൾ ഉള്ളിലേക്ക് നോക്കുക. നിനക്ക് ഒരു പരിചയവുമില്ലാതെ ഇരിക്കാൻ കഴിയുമോ? കുറച്ചുനേരത്തേക്ക് നീ ആരാണെന്ന് മറക്കുക. പേരു വിടുക, ആയം വിടുക, ചരിത്രം വിടുക. അനുഭവിക്കുക. വെറുമൊരു ശ്വാസമൊഴുകുന്നു, വെറുമൊരു ജീവനുള്ള ഊർജം. അതാണ് നിന്റെ മൂലസ്ഥാനം. നീ ഈ മൂലസ്ഥാനത്തുറച്ചു നിൽക്കുമ്പോൾ ചിന്തകളുടെ ആവശ്യം കുറയുന്നു. കാരണം ചിന്തകൾ തിരിച്ചറിയലിനെ നിലനിർത്തുന്നു. തിരിച്ചറിയൽ അയയുമ്പോൾ മനസ്സിന്റെ പിടിയും അയയുന്നു. ഇനി അല്പം കൂടി ആഴത്തിൽ പോകാം. ചിലപ്പോൾ ഉറക്കം വരാനിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടാകുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. താഴേക്ക് വീഴുന്നതുപോലെ നീ ഞെട്ടിയുണരുന്നു. ആ ഞെട്ടൽ എന്താണ്? അത് അഹങ്കാരത്തിന്റെ അവസാന പിടുത്തമാണ്. അതിനു തോന്നും, ഞാൻ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയാണ്. അത് നിന്നെ വലിച്ചിട്ട് തിരികെ കൊണ്ടുവരുന്നു. ഇന്ന് ആ ഞെട്ടൽ വന്നാലും അതിനെയും നോക്കുക. ഭയപ്പെടരുത്. അതൊരു ശീലം മാത്രമാണ്. അപകടമില്ല. ആ നിമിഷവും നീ സാക്ഷിയായിരുന്നാൽ ആ വീഴ്ചയിൽ നീ ലയിച്ചുപോകും. ആ വീഴ്ച ഭയമായിരിക്കില്ല, അതൊരാശ്വാസമായി മാറും. മലത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഒരാളെ കാണുക. താഴെ വെള്ളമുണ്ടെന്നയാൾക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലെങ്കിൽ ഭയമുണ്ടാകും. വിശ്വാസമുണ്ടെങ്കിൽ ആ ചാട്ടം ആനന്ദമാകും. ഉറക്കത്തിലേക്ക് വീഴുന്നതും അത്തരമൊരു ചാട്ടമാണ്. ജീവിതത്തിന്റെ മടിത്തട്ട് നിന്റെ വെള്ളമാണ്. ഇപ്പോൾ ശരീരം വീണ്ടും അനുഭവിക്കുക. എവിടെയെങ്കിലും നേരിയ സമ്മർദ്ദമുണ്ടോ? താടിയെല്ല്, പുരികങ്ങൾക്കിടയിൽ, വയറിൽ എവിടെ സമ്മർദ്ദം കാണുന്നുവോ അവിടെ ശ്വാസമയയ്ക്കുക. ശ്വാസമുള്ളിലേക്ക്, സമ്മർദ്ദം ഉരുകുന്നു. ശ്വാസം പുറത്തേക്ക്, വിട്ടേക്കുക. ക്രമേണ നിന്റെ ശരീരം മുഴുവൻ മൃദുവായൊരു തിരമാലയായി മാറും. ശരീരം പൂർണ്ണമായും അയയുമ്പോൾ മനസ്സിന് നിലനിൽക്കാൻ ഇടമില്ലാതാകുന്നു. കാരണം മനസ്സ് ശരീരത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്നാണ് ഊർജമെടുക്കുന്നത്. സമ്മർദ്ദം അവസാനിക്കുന്നു, മനസ്സ് ദുർബലമാകുന്നു. മനസ്സ് ദുർബലമാകുന്നു, മനസ്സ് നിശ്ചലമാകുന്നു. മനസ്സ് നിശ്ചലമാകുന്ന നിമിഷം ഉറക്കമാരംഭിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ പ്രയത്നം കൊണ്ടുവരരുത്. പ്രയത്നം മനസ്സാണ്. നിഷ്ക്രിയമായ ഉണർന്നിരിക്കൽ ധ്യാനമാണ്. വെറുതെ നോക്കുക, വെറുതെ ഇരിക്കുക, വെറുതെ വിശ്വസിക്കുക. ഓരോ രാത്രിയും മരിക്കാൻ പരിശീലിക്കാനുള്ള അവസരം നിനക്കു ലഭിക്കുന്നുണ്ടെന്നോർക്കുക. ഏതു രാത്രിയാണോ അനായാസമായി മരിക്കാൻ കഴിയുന്നത്, അവർക്ക് ജീവിതത്തെ ആഴത്തിൽ ജീവിക്കാൻ കഴിയും. നീ ഉറങ്ങാൻ പഠിച്ചാൽ ഉറക്കം മരണത്തിന്റെ ചെറിയൊരു ദർശനമായി മാറും. മരണവും നിന്നെ ഭയപ്പെടുത്തില്ല. ഇപ്പോൾ നിന്നെ തന്നെ കൂടുതൽ അയച്ചിടുക. തിരിച്ചറിവുകൾ വീഴാൻ അനുവദിക്കുക. വേഷങ്ങൾ വീഴാൻ അനുവദിക്കുക. ചിന്തകൾ വീഴാൻ അനുവദിക്കുക. വെറും ശുദ്ധമായ അവസ്ഥ മാത്രം ബാക്കിയാകട്ടെ. ആ അവസ്ഥയിൽ പതിയെ, വളരെ പതിയെ മനസ്സ് നിശ്ചലമാകും. ശാന്തമായൊരു പുതപ്പ് നിന്നെ പുതപ്പിക്കുന്നതുപോലെ ഉറക്കം വരും. ഇപ്പോൾ നിർത്തരുത്, പിടിക്കരുത്, ചിന്തിക്കരുത്. ഇപ്പോൾ കാര്യം വളരെ ലളിതമായി. ഉറക്കമൊരു വിദ്യയല്ല, അതൊരു വിശ്വാസമാണ്. നീ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ നീ ഉറങ്ങും. ഇനി കൂടുതൽ വാക്കുകളുടെ ആവശ്യമില്ല. ഇപ്പോൾ അനുഭവത്തിന്റെ മാത്രം ആവശ്യമുണ്ട്.
നീ കിടക്കുമ്പോൾ എനിക്കുറങ്ങണം എന്ന് ചിന്തിക്കരുത്. ഒന്നു മാത്രമറിയുക, ഞാൻ സുരക്ഷിതനാണ്. സുരക്ഷയുടെ അനുഭവം മനസ്സിനെ അയയ്ക്കുന്നു. മനസ്സ് അപകടത്തിൽ ഉണർന്നിരിക്കുന്നു. സുരക്ഷയിൽ അത് സ്വയം ശാന്തമാകുന്നു. ഇപ്പോൾ നിന്റെ ശ്വാസത്തെ അനുഭവിക്കുക. ശ്വാസമുള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. ഇടയിൽ ചെറിയൊരു വിരാമം. ആ വിരാമത്തിൽ അവിടെ നിൽക്കുക. അതാണ് മൗനം. അവിടെയാണ് മനസ്സ് തകരുന്നത്. ഒന്നും പിടിക്കരുത്. ചിന്ത വന്നാൽ അതിനെ കടന്നുപോകാൻ അനുവദിക്കുക. വികാരമുയർന്നാൽ അതിനിടം നൽകുക. നീ വെറും കാണുന്നവനാണ്. കാണുന്നവൻ ആഴപ്പെടുമ്പോൾ ചിന്തിക്കുന്നവൻ തനിയെ അപ്രത്യക്ഷനാകും. ഇപ്പോൾ ശരീരത്തെ പൂർണ്ണമായും അയച്ചിടുക. നീ ഭൂമിയിൽ കിടക്കുകയാണെന്നു കരുതുക. ഭൂമി നിന്നെ കാത്തുസൂക്ഷിക്കുന്നു. നിനക്കൊന്നിനെയും താങ്ങേണ്ട ആവശ്യമില്ല. അതാണ് സമർപ്പണം. സമർപ്പണത്തിൽ മനസ്സ് നിശ്ചലമാകുന്നു. ആ നിമിഷം ഉറക്കമാരംഭിക്കുകയും ചെയ്യുന്നു. ഇനിയൊരവസാന വഴിത്തിരിവ് കൂടിയുണ്ട്. ഇന്ന് രാത്രി നീ കിടക്കുമ്പോൾ നീ ഉറങ്ങാൻ പോകുകയാണെന്ന് കരുതരുത്. നീ അസ്തിത്വത്തിന് സമർപ്പിക്കാൻ പോകുകയാണെന്ന് കരുതുക. ഒരു നദി കടലിൽ ചേരുന്നതുപോലെ. നദി കടലിനോട് പോരാടുന്നില്ല, അതൊഴുകുന്നു. അതിന്റെ പേരില്ലാതാകുന്നൊരു നിമിഷം വരുന്നു. ഗംഗ ഇനി ഗംഗയല്ല, അത് കടലായി മാറുന്നു. ഉറക്കം അത്തരമൊരൊത്തുചേരലാണ്. നിന്റെ ചെറിയ സമയം അനന്തമായ ശാന്തിയിൽ അലിഞ്ഞുചേരുന്നു. ഈ ലയിക്കൽ പരാജയമല്ല, ഇത് പൂർണ്ണതയാണ്. ഇപ്പോൾ ഉള്ളിൽ വളരെ ആഴത്തിൽ അനുഭവിക്കുക. ഒന്നിനെയും മുറുകെ പിടിക്കേണ്ട ആവശ്യമില്ല. നാളെ തനിയെ വന്നുകൊള്ളും. ലോകം തനിയെ ഒഴുകുന്നു. ശ്വാസം തനിയെ നടക്കുന്നു. നീ വെറും സാക്ഷിയാണ്. ഇപ്പോൾ സാക്ഷിയെയും പതിയെ അയച്ചിടുക. അതെ, ഇതാണ് അവസാനത്തെ രഹസ്യം. ആദ്യം ചിന്തകളിൽ നിന്ന് വേർപെട്ടു, പിന്നെ വികാരങ്ങളിൽ നിന്ന് വേർപെട്ടു, പിന്നെ വേഷങ്ങളിൽ നിന്ന് വേർപെട്ടു. ഇപ്പോൾ സാക്ഷിയിൽ നിന്നും വേർപെടുക. കാണുന്നവൻ പോലുമില്ലാത്ത ചില നിമിഷങ്ങൾ വരുന്നു. വെറും ശുദ്ധ മൗനം. അവിടെയാണ് ആഴത്തിലുള്ള ഉറക്കത്തിന്റെ വാതിൽ. ഭയപ്പെടരുത്. അവിടെ ഇരുട്ടില്ല. അവിടെ അനന്തമായ വിശ്രമമുണ്ട്. ഇപ്പോൾ ശരീരത്തെ പൂർണ്ണമായും ഭൂമിക്ക് സമർപ്പിക്കുക. ശ്വാസത്തെ ജീവിതത്തിന് സമർപ്പിക്കുക. മനസ്സിനെ മൗനത്തിന് സമർപ്പിക്കുക. ഉള്ളിൽ നിന്ന് വെറുതെ പറയുക, എന്താണോ ഉള്ളത് അത് സംഭവിക്കട്ടെ. ഇപ്പോൾ വാക്കുകൾ പതിയെ വീണുകൊണ്ടിരിക്കുന്നു. ചിന്തകൾ ദൂരേക്കു പോകുന്നു. ശ്വാസം വളരെ മൃദുവാകുന്നു. നീ ഒന്നും ചെയ്യുന്നില്ല. അതാണാ നിമിഷം. മനസ്സ് നിശ്ചലമാകൽ. പ്രയത്നമില്ല, പിടിയുമില്ല, തിരിച്ചറിയലുമില്ല. ഉറക്കമാരംഭിക്കുന്നു. ശാന്തമായ നിലാവെളിച്ചം തടാകത്തിൽ ഇറങ്ങിവരുന്നതുപോലെ, അമ്മ കുഞ്ഞിനെ പുതപ്പിക്കുന്നതുപോലെ, പൂവ് രാത്രിയിൽ സ്വയം ചുരുങ്ങുന്നതുപോലെ. ഇപ്പോൾ ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും മാറ്റരുത്. വെറുതെ വീഴുക. നീ എപ്പോഴും എവിടെയായിരുന്നുവോ, നീ എപ്പോഴും എവിടെയായിരിക്കുമോ ആ ആഴത്തിൽ വിശ്രമിക്കുക. ഇപ്പോൾ പൂർണ്ണ മൗനം, ഉറക്കം.